ഗായ്സ് നമസ്കാരം. എല്ലാവർക്കും കുറേ ദിവസത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാലും കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഒരു മെസ്സേജ് എന്താ വീഡിയോ ഇടാന്ന് വെച്ചിട്ട് ഞാൻ ട്രിപ്പിലല്ല ദുബായിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ പെട്ടിട്ടുള്ളത് നല്ല കുടുങ്ങിയിട്ടുള്ളത് കേട്ടോ. കാരണം ഞങ്ങൾ റീസെൻ്റ് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു, നമ്മുടെ വൈക്കോ പെർഫ്യൂംസ് ആക്ച്വലി എൻ്റെതല്ല, ബൽക്കിയുടെ ബിസിനസ്സാണ്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ ചെയ്യാനുള്ള മടിയും അവളുടെ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് മൊത്തം പട്ടിപ്പണിയെടുക്കുന്നത്, ഓടി നടന്നിട്ട് പട്ടിപ്പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലു ബ്ലോഗറെ തീർച്ചയായിട്ടും അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നില്ല. മലയാളക്കരയിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വമ്പിച്ച ഒരു ഫാൻ ഫോളോവേഴ്സുള്ള ഒരു ട്രാവൽ ബ്ലോഗറാണ് നമ്മുടെ മല്ലു ബ്ലോഗർ എന്നറിയപ്പെടുന്ന ഷാക്കിർ. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവൽ ബ്ലോഗറാണ് അദ്ദേഹം. ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് പേർക്ക് വലിയ ഒരു റിലീഫ് തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഫോളോവേഴ്സാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഏകദേശം 6 മില്യണിന് മുകളിൽ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി ഏകദേശം 21 ലക്ഷം ആൾക്കാർ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അദ്ദേഹം ചാനൽ തുടങ്ങിയത് വളരെ വലിയ ഒരു അഡ്വഞ്ചർ വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിൽ നിന്നും സിംഗപ്പൂരേക്കുള്ള യാത്ര ആദ്യം അത് നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് അദ്ദേഹം തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അത്രയ്ക്കും വലിയ ഒരു വെച്ചടി കയറ്റം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് പുതിയ ട്രാവൽ ബ്ലോഗർമാരും അതുപോലെ തന്നെ മറ്റ് ബ്ലോഗർമാരും എല്ലാം വന്നിട്ടുണ്ട് എങ്കിലും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു ട്രാവൽ ബ്ലോഗർ തന്നെയായിരുന്നു നമ്മുടെ മല്ലു ട്രാവലർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ മലയാളികൾ നെഞ്ചിലേറ്റ് സ്നേഹിക്കുകയും അതുപോലെ തന്നെ അകമൊഴിഞ്ഞ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ചും ഒരുപാട് നല്ല രാജ്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് രാജ്യങ്ങളും കാണാം, അദ്ദേഹത്തിൻ്റെ സംസാരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഡ്വഞ്ചർ വീഡിയോസാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ പുതിയ വണ്ടികളായിട്ടും ഒരുപാട് സ്ഥലത്തേക്ക് അദ്ദേഹം ബൈക്കുമേൽ യാത്ര ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്ര വലിയ ഒരു വിജയമായിരുന്നില്ല നമ്മുടെ മല്ലു ട്രാവലുടെ ജീവിതം എന്നുള്ളത്. അത് കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞ ഒന്ന് തന്നെയായിരുന്നു. ആദ്യ ഭാര്യയുമായി അദ്ദേഹം ഡിവോഴ്സ്ഡ് ആണ്. അവർ പോക്സോ കേസടക്കം ഇദ്ദേഹത്തിനെതിരെയും കൊടുത്തിരുന്നു. അതിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ കേസുമായി മുന്നോട്ട് പോയതിനു ശേഷം അതിലെല്ലാം വിജയിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഷാക്കിർ. എന്നാൽ ഈയിടെ അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളൊന്നും തന്നെ കാണാതെ വന്നപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം തന്നെ മെസ്സേജുകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനെല്ലാം മറുപടിയുമായിട്ട് ഈ ഒക്ടോബർ 26 നമ്മുടെ ഷാക്കിർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ആ പോസ്റ്റാണ് മലയാളികൾ ഇപ്പോൾ എല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും റിയാക്റ്റിംഗ് വീഡിയോ ആയിട്ടും മറ്റുമെല്ലാം സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഓഗസ്റ്റ് 26 അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം. ഞാൻ ഇല്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും. തിരിച്ചു വന്നാൽ കാണാം. ഇതാണ് അദ്ദേഹം ആദ്യമായി പങ്കുവെച്ച ഒരു പോസ്റ്റ്. ഈ ഓഗസ്റ്റ് 26 അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ഈ പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ വലിയ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ഇത് വായിച്ച സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി. ശാരീരികമായ എന്തോ ചില അസ്വസ്ഥതകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതിൽ നിന്ന് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവെച്ചത് എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന രീതിയിൽ ഒരുപാട് പേർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റായിട്ടും മെസ്സേജായിട്ടും എല്ലാം അയക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ആഴ്ച മുന്നേ അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പങ്കുവെച്ചിരുന്നു. അത് വൈക്കോ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം അദ്ദേഹം ദുബായ് വിപണിയിൽ ഇറക്കുകയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി പുതിയൊരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തിരുന്നു. വളരെ വലിയ ഒരു വിജയമായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. ആദ്യത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1000 പീസുകൾ മാത്രമായിരുന്നു അദ്ദേഹം വിപണിയിലേക്ക് ഇറക്കിയത്. ഇറക്കിയ സമയത്ത് തന്നെ എല്ലാം വിറ്റു പോവുകയും ചെയ്തു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ശാരീരികമായ ആകുലതകൾ അദ്ദേഹത്തിന് വന്നു പെട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൻ്റെ താഴെ വന്ന രസകരമായ ചില കമൻറ്റുകൾ വായിച്ചാൽ
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അദ്ദേഹം കരുതിക്കൂട്ടി അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ട്രാവൽ ബ്ലോഗിനെല്ലാം കിട്ടുന്ന ഒരു പ്രിയങ്കരത തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെവിടെയും ട്രാവൽ ബ്ലോഗർമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണോ അദ്ദേഹം ഇത്തരം ഒരു കണ്ടന്റുമായി മുന്നോട്ട് വന്നത് എന്ന സംശയമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരിൽ നിന്ന് മുന്നോട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2-3 കമന്റുകൾ ഞാനിവിടെ വായിക്കാം. ഹെൽത്ത് പ്രോബ്ലം അല്ല, വീഡിയോ ഒന്നും ക്ലിക്ക് ആവുന്നില്ല, അതാണ് അവൻ ഉദ്ദേശിച്ചത്. അഹങ്കാരം കൊണ്ട് തീർന്നു എന്ന് പറയുന്നതാവും ശരി എന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കമന്റ്. രണ്ടാമത്തെ ഒരു കമന്റ്, ഉയർച്ച ഉണ്ടായപ്പോൾ അഹങ്കാരം വന്ന് അവസാനം സ്വയം മറന്ന നാട്ടുകാരനാണ് ഇവൻ എന്നിവരെ ആൾക്കാർ പരിഹസിക്കുന്നതും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമൻ്റാണ്, പണം കയ്യിൽ വന്ന് തുടങ്ങിയപ്പോൾ അഹങ്കാരം കൂടി, വെറുതെ വീണ്ടും വീണ്ടും വണ്ടികൾ വാങ്ങിക്കൂട്ടി, അങ്ങനെയാണ് അദ്ദേഹം പാപ്പരായത് എന്ന് വരെ ആൾക്കാർ കമൻറ്റുമായി എഴുതി അറിയിക്കുന്നുണ്ട്. ഇത്തരം ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ എഴുതി അറിയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, ബ്രോ പെട്ടെന്ന് തിരിച്ചു വരൂ, പെട്ടെന്ന് അസുഖം ഭേദമായിട്ട് പുതിയ ബ്ലോഗുമായി എത്താൻ സാധിക്കട്ടെ, പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് താഴെ പോയി ചെകഞ്ഞാൽ നമുക്ക് കിട്ടും. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു പോസ്റ്റുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ ആം ഫെയിൽഡ്, മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ്. ഈ ഒരു മെസ്സേജ് കണ്ടതോടു കൂടിയാണ് മലയാളികളുടെ ആകാംക്ഷ അതിൻ്റെ കൊടുമുടിയിൽ എത്തിയത് എന്നുള്ളതാണ്. വളരെ സങ്കടവും വിഷമവും തോന്നിയ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ മല്ലു ട്രാവലർ പങ്കുവെച്ച ഈ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റോട് കൂടിയാണ് മലയാളികൾക്ക് എന്തോ ഒരു അപകടം തീർച്ചയായിട്ടും മല്ലു ട്രാവലിന് പറ്റിയിട്ടുണ്ട് എന്നും അത് അദ്ദേഹത്തിൻ്റെ ശാരീരികമായി തകർത്തുന്ന എന്തോ ഒരു സൂക്കേടാണ് എന്ന രീതിയിൽ വരെ ആൾക്കാർ വ്യാഖ്യാനിക്കാൻ വേണ്ടി തുടങ്ങിയത് ഈ ഒരു പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെയാണ്. അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ചിലപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു അവസാനമാകാം എന്ന രീതിയിൽ വരെ അദ്ദേഹം മെസ്സേജുകൾ പങ്കുവെക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നതിനെക്കുറിച്ച് 100% ക്ലാരിറ്റിയിലുള്ള ഒരു വിവരം ഇതുവരെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ പുറത്തുവിടുകയും ചെയ്തിട്ടില്ല എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ 3 ആഴ്ചക്ക് മുമ്പെയാണ് അദ്ദേഹം അവസാനമായി ഒരു വീഡിയോ പങ്കുവെച്ചത്. അത് ദുബായിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം കോണ്ടാക്റ്റിൽ അദ്ദേഹം പുറത്തിറക്കിയ വൈക്കോ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വീഡിയോ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന് ശരിക്കും ഒരു ക്ലാരിറ്റിയുള്ള ഒരു വീഡിയോയും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ എവിടെയും അദ്ദേഹം പങ്കുവെക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സോ ഒന്നും തന്നെ അറിയിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഒരു 2 പോസ്റ്റ് മാത്രമാണ് അടുത്തിടെ നമ്മുടെ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഷാക്കിർ എന്ന് പറയുന്ന വ്യക്തി പുറത്തുവിട്ടത്. അദ്ദേഹത്തിൻ്റെ ഈ ട്രാവൽ ബ്ലോഗുകളെല്ലാം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ വ്യൂസ് കുറവാണ് എന്നുള്ളതാണ്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലായാലും മില്യൺസ് കണക്കിന് ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. 4 മില്യണിന് പുറത്ത് വ്യൂവേഴ്സ് അദ്ദേഹത്തിന് നമ്മുടെ യൂട്യൂബിൽ തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവസാനമായ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു 35K, മാക്സിമം പോയാൽ ഒരു 40K, അതിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂവേഴ്സ് മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കുന്നുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സും വരുമായിരുന്നു. കാരണം അത്രയ്ക്കും അഡ്വഞ്ചറായ ഓരോ വീഡിയോകളാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് 100% സത്യമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു ബ്ലോഗർക്ക്, നമുക്ക് കേരളത്തിലുള്ള ബ്ലോഗർ ആണെങ്കിലും അദ്ദേഹത്തിന് ലോകത്ത് മൊത്തം ഫാൻസാണ് എന്നുള്ളതാണ്. ഇന്ത്യക്ക് എവിടെ പോയി ചോദിച്ചാലും ആദ്യത്തെ 10 നല്ല ട്രാവൽ ബ്ലോഗർമാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 10ൽ കുറയാത്ത ഒരു സംഖ്യ തന്നെയായിരിക്കും മല്ലു ബ്ലോഗർക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാരിറ്റിയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും എല്ലാം തന്നെ മലയാളികളെ എന്നല്ല ലോകത്തെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം എടുത്ത വീഡിയോകളെല്ലാം തന്നെ വളരെ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ വലിയ വലിയ പുത്തൻ കാഴ്ചകളും അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ആദ്യ ഭാര്യ വിവാഹമോചനം നേടിപ്പോയ സ്ത്രീയാണ്. അതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് വരെ ഒരുപാട് വിഷമതകളും ഉണ്ടായി. സ്കൂളിൽ തന്നെ പോകാതെ
ഹോം വീട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് ചോദ്യശരങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരികയും അതുപോലെ തന്നെ മക്കളുടെ DNA ടെസ്റ്റ് വരെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ഞാനാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് തെളിയിക്കേണ്ട അവസ്ഥ വരെ വന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ഷാക്കിർ. അദ്ദേഹത്തിന് ജീവിതത്തിൽ പരാജയം സംഭവിച്ചെങ്കിലും വീണ്ടും അദ്ദേഹം കല്യാണം കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ വേണ്ടി പെട്ടെന്ന് സാധിക്കട്ടെ. എന്തെങ്കിലും സൂക്കേടുകൾ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെല്ലാം റിക്കവർ ആയിക്കൊണ്ട് വീണ്ടും നല്ല ട്രാവൽ ബ്ലോഗുമായി നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബൈ.